ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. കഴിഞ്ഞ ദിവസം ഞാൻ അൻസാരി സുഹൈരി ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിംഷാദ് സുലഫിയ എന്ന് പറയുന്ന ഒരു പഴയ മുസ്ലിം പണ്ഡിതൻ. ഇവൻ പല പള്ളികളിലും ഇമാമായി ജോലി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മുസ്ലിം സമൂഹത്തോട് നിങ്ങൾ ഹലാലായ ഭക്ഷണമേ കഴിക്കാവൂ, നിങ്ങൾ ഹറാമായിട്ടുള്ള ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആ സമൂഹത്തെ വഞ്ചിച്ച, ആ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഹലാൽ ആട് ബിസിനസ്സിലൂടെ കോടിക്കണക്കിന് രൂപ പറ്റിച്ചെടുത്തിട്ടുള്ള ഈ പരമ ചെറ്റയെ കുറിച്ചിട്ട് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഇവന് നന്നായിട്ടങ്ങ് ചൊറിച്ചിലുണ്ടായി. ഇവനിപ്പോൾ സംഘപരിവാർ പാളയത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ സംഘികളുടെ ആസനം താങ്ങുകയോ അവരുടെ കോണകം എടുത്ത് ഇവൻ തലയെ കെട്ടുകയോ ഇതെന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷേ അൻസാരി സുഹൈരി ഉസ്താദിനെ പോലുള്ള ഒരു മനുഷ്യനെ, അദ്ദേഹം ഹലാലായ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യരാണ്. ഹറാമായ ഭക്ഷണവും കഴിച്ച് ഹറാത്തിൽ ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഇവനെ പോലുള്ള ഭൂലോക ഫ്രോഡ് നായ്ക്കൾ ഈ ഉസ്താദിനെ കുറിച്ചിട്ട് പറയാൻ ഒരു അർഹതയും എനിക്കില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പം ഞാൻ അൻസാരി സുഹൈരി ഉസ്താദിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഈ റിംഷാദ് സുലഭി എന്ന് പറയുന്ന മതപണ്ഡിതൻ എന്ന് പറഞ്ഞു നടന്നിരുന്ന ഒരു ഒന്നാന്തര ഫ്രോഡ് അങ്ങനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് അത് വിട്ടേര്, അവനിക്കൊന്നും മറുപടി കൊടുക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ വളരെ മാന്യമായ രീതിയിൽ ഉസ്താദ് പഠിച്ച എന്താണോ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ നല്ല ഹാസ്യ രൂപേണ ഇവനൊരു മറുപടി കൊടുത്തപ്പം ഇവന്റെ തനി സ്വരൂപം ഇവൻ വീണ്ടും കാണിച്ചു. കാരണം ഇവൻ മുസ്ലിം പണ്ഡിതനൊന്നും അല്ലായിരുന്നു, ഇവൻ ഒരു ഒന്നാന്തര ഫ്രോഡായിരുന്നു. പണം തട്ടിയെടുക്കാൻ വേണ്ടി ഇവൻ എന്തോ ബിരുദമൊക്കെ എടുത്ത്. കാരണം ഈ പണ്ഡിതനാകുമ്പോഴത്തേക്ക് ജനങ്ങളുടെ അടുത്ത് പോയി പറയുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു വിശ്വാസ്യത ഉണ്ടാകും. കാരണം ഇവൻ എന്നെ പറ്റിക്കില്ല എന്നൊരു തോന്നൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മതവിശ്വാസികൾക്കുണ്ടാകും. അപ്പോൾ ആ ഒരു വിശ്വാസം ആർജിച്ചെടുക്കാൻ വേണ്ടി ഇസ്ലാമിലെ വലിയ ബിരുദമൊക്കെ എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ബിരുദം എടുത്തിട്ടുള്ള ഇങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല. ഇവൻ ഒരു ഒന്നാന്തര ഫ്രോഡാണ്. പിന്നെ അൻസാരി സുഹൈരി ഉസ്താദിന്റെ ബ്ലഡിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നീ പോയിട്ട് നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയോട് ചോദിക്കണം നിന്റെ ബ്ലഡ് ശുദ്ധമാണോ ഇല്ലേ എന്നുള്ളത്. കാരണം അൻസാരി ഉസ്താദ് ഒരു മറുപടി കൊടുത്തപ്പോഴത്തേക്ക് അതിനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ മരം മാക്രി, അല്ലെങ്കിൽ ഇവനെ എനിക്ക് ആ ഒരു ലാംഗ്വേജിൽ വിളിക്കാം, ഉസ്താദിനെ ചിമ്പാൻസി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇവൻ അധിക്ഷേപിച്ചത്. ഇവൻ ഇച്ചിരി വെളുപ്പാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന കാട്ടുപന്നിയില്ലേ, ആ കാട്ടുപന്നിയാണ് ഈ നായ എന്ന് ഞാൻ 100 വട്ടം പറയും. നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ അൻസാരി ഉസ്താദ് രണ്ടാമതൊരു മറുപടി ഇവന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഇവനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. വാർത്ത ഹലാൽ ആട് ബിസിനസ് കോടികൾ തട്ടി റിഷാദ് സുല്ലമി. നീയില്ലേ, നീ ജനങ്ങൾക്ക് മുഴുവനും പ്രഭാഷണം നടത്തിയവരല്ലേ പള്ളിയിരുന്ന്? എടാ സുല്ലമി, ജനങ്ങൾക്ക് മുഴുവനും നീ വഴന്ന് പറഞ്ഞു കൊടുത്തവരല്ലേ? കരാറ് പാലിക്കണമെന്നും പലിശ തിന്നാൻ പാടില്ലെന്നും ഹലാലായ മാർഗത്തിൽ വരുമാനം ഉണ്ടാക്കണമെന്നും വാക്ക് പറഞ്ഞ പാലിക്കണമെന്നും പറഞ്ഞ നീ ജനങ്ങളെ നിന്ന് മുഴുവനും പൈസ തട്ടിക്കൊണ്ട് പോയി. ഈ പറയുന്ന ചിമ്പാൻസി സുഹൈരി ഇയാൾ കടന്നു വന്ന് എന്റെ ആ വീഡിയോ കണ്ടം തുണ്ടം വെട്ടിമുറിച്ച് കോട്ടി മാറ്റി കറ്റുകെട്ടി കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഞാൻ സമുദായത്തെ മൊത്തം ആക്ഷേപിച്ചു എന്ന തരത്തിൽ ഞാൻ ആ സമയത്തിൽ ഒരു വിശദീകരണവും അതിന് നൽകിയതുമില്ല. മിനിയാണ് ഞാൻ ഒരു വിശദീകരണം, അതും ആ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, എന്റെ സമുദായത്തിലെ പാവപ്പെട്ട നല്ലവരായ മുസ്ലിം സമുദായത്തിൽ, എന്റെ സമുദായത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്ന് സമ്മതിച്ചെന്റെ കൃത്യമായ ബോധ്യമാണ് പറയുന്നത്. ഈ ന്യൂനപക്ഷ സമുദായത്തിൽ അത്രമേൽ ന്യൂനപക്ഷമല്ലാത്ത മതമൗലികവാദികളായ തീവ്രവാദ ചിന്താഗതിയുള്ള അപരമത വിദ്വേഷവും വെറുപ്പും മനസ്സിൽ അട്ടിപ്പേറായി കിടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നത് പരമാർത്ഥമാണ്. അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേക്കപ്പ് ചെയ്തു പോകാൻ കഴിയില്ല. അത് കൃത്യമായ സത്യമാണ്. ഈ ആളുകളെ, ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അത്രമേൽ ന്യൂനപക്ഷമല്ലാത്ത ഈ തീവ്രവാദികളായ വർഗീയവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ചിമ്പാൻസി സുഹൈരി അതിലെന്നെ ആക്ഷേപിച്ചപ്പോ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞപ്പോ അപ്പൊ ആ വിശദീകരണം കഴിഞ്ഞ് ഇന്നലെ ഈ പറയുന്ന ചിമ്പാൻസി സുഹൈരി അവന്റെ ഒരു ഫോട്ടോ, അതുപോലെ അവന്റെ ഒരു ചിമ്പാൻസിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അവൻ വിശദീകരണം നൽകി. അവൻ എന്താ അതിൽ ചെയ്യട്ടെ? അവനൊരു മനുഷ്യനാണെങ്കിൽ, അവൻ ചിമ്പാൻസി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കുക, അവനൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ അവൻ നടത്തേണ്ടിയിരുന്നത്, പറയേണ്ടിയിരുന്നത്, ഞാനല്ല ചിമ്പാൻസി സുഹൈരി ആദ്യം ചെയ്ത വീഡിയോയിൽ സമുദായത്തെ ഒന്നടങ്കം റിഷാദ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞത് എന്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ്, അതെന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയണമായിരുന്നു. ചിമ്പാൻസി സുഹൈരി അങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ അതിനെക്കുറിച്ച് പ്രസ്താവിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലെ അവൻ ചെയ്ത വീഡിയോയിൽ പറയുന്ന കാര്യം എന്താ? അവൻ വലിയ ഹലാലായിട്ട് നടക്കുന്ന ആളാണ്, അവന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് ബീനേ എന്നും പറഞ്ഞ് നടത്തി വളർത്തിയതാണ് എന്നൊക്കെ പറയുന്നു. എന്തോ ആവട്ടെ, എന്റെ ചിമ്പാൻസി സുഹൈരി
നിന്റെ പിറവിയിൽ രക്തശുദ്ധിയുള്ളവനാണ് നീ എങ്കിൽ നീ പറയേണ്ടതെന്താ? നീ രക്തശുദ്ധിയുള്ളവനായിരുന്നുവെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു നിന്നെ. നീ ഒരു പത്രക്കട്ടിങ് കാണിച്ചിട്ട് ഇതാ റിഷാദ് അങ്ങനെ കോടികൾ മുക്കി അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി ഹുത്തുബയിലൂടെ ആളുകളെ പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നിന്റെ രക്തശുദ്ധിയിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ചിമ്പാൻസി. എന്റെ ചിമ്പാൻസി സുഹിരി, നിന്റെ പിറവിയിൽ രക്തശുദ്ധിയുള്ളവനാണ് നീ എങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു നിന്നെ. നീ ഒരു പത്രക്കട്ടിങ് കാണിച്ചിട്ട് ആക്കി ഹുത്തുബയിലൂടെ ആളുകളെ പറഞ്ഞു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നിന്റെ രക്തശുദ്ധിയിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അവിടെയുള്ള ഓരോ പ്രധാനപ്പെട്ട ആസ്ഥാന പള്ളികളിൽ ഹുത്തുബ നടത്തിയവനാണ് ഞാൻ. ആ ഏതെങ്കിലും ഒരു ഖുതുബയിൽ എന്റെ ഒരു പ്രഭാഷണത്തിൽ ഈ ഹലാലായ ബിസിനസിനെ കുറിച്ച് ഒരു അക്ഷരമെങ്കിലും പരാമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ക്ഷണിച്ചു എന്ന് അസ്ലും ഫസ്ലുമുള്ള തന്തയും തറവാടുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യനെ കൊണ്ടുവരാൻ മിസ്റ്റർ ചിമ്പാൻസി നിന്നെ കൊണ്ട് പറ്റുമോടാ? കോൺഫിഡന്റ്, അത് പൊളിച്ച കോൺഫിഡന്റ്, ആ ധൈര്യം സ്ഥൈര്യം ഒരാളെങ്കിലും കൊണ്ടുവരാന്ന് ചോദിക്കുന്നു. ഒന്നല്ല, ആ പ്രഭാഷണം കേട്ട ഒരുപാട് പേരെ കൊണ്ടുവരാം. ആട് വളർത്തൽ പദ്ധതിയുടെ പേരിൽ 30 കോടി രൂപയിലധികം തട്ടിയെടുത്തതായി പരാതി. ഹലാൽ രീതിയിൽ വരുമാനമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പെന്ന് പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. അപ്പൊ ഞാൻ അയാൾ പ്രസംഗം കേട്ടുകാണ്ട് ഒരു മിമ്പർമ കയറുന്ന നല്ലൊരു പ്രസംഗം കേട്ടു. അത് കേട്ടുകാണ്ടാണ് ഞാൻ കൂടിയത്. ആ മനസ്സകമിൽ മുഹബത്ത് പെടുത്ത് മുണ്ടലെല്ലാം തൂത്ത് ചാക്കിട്ട് വലിച്ച് മണമില്ലേലും മരതകം തട്ടിക്കൂട്ടി മണവാട്ടി ഞെരുങ്ങി നിന്നേ. പ്രസംഗം കേട്ടു. അത് കേട്ടുകാണ്ടാണ് ഞാൻ കൂടിയത്. നല്ല പിന്നെ വാപ്പാനും ഉമ്മാനെയൊക്കെ നല്ല നോക്കണം. എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാരോട് ചോദിച്ചിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഒരാളെ വഞ്ചിക്കരുത്. അങ്ങനത്തെ പ്രസംഗം കേട്ട് അത് കേട്ടുകാണ്ടാണ് ഞാൻ കൂടിയത്. സുല്ലമി വല്ല കാര്യമുണ്ടാ? ഏറ്റവും മനോഹരമായി പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടുമ്പം അവിടെ ഒന്ന് ഒതുങ്ങുന്നതായിരിക്കും ഹൈർ എന്ന് വിചാരിച്ചിട്ടാണ് നീ പറഞ്ഞതുപോലെ 10-20 മിനിറ്റ് ഒക്കെ എടുത്ത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ എൻ്റെ നാവ് വഴങ്ങുന്നേ. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. മേൽപോട്ടുയരും വീർപ്പുകൾ താഴോട്ടെത്തുമെന്നാരറിയും, മേൽക്കുമേലാൽ വാരി കൂട്ടിയിട്ടെന്തൊരു ഫലമറിയും, മായാ ദുനിയാവിന്റെ മതിപ്പിൽ മാനസമിന്നറിയും, മണ്ണിൽ നിഴൽ പോലൊപ്പം മരണം ഉണ്ടെന്നും അറിയും, മന്ത്രിക്കും തന്ത്രിക്കും രാജനുമെല്ലാം ഖബറിടമൊരുപോലെ, മാളികത്തട്ടുകൾ കട്ടിലും മെത്തകളില്ലല്ലോ നാളെ, മൗത്തിനപ്പുറമുള്ളൊരു ലോകം ഓർമ്മയിലില്ലാതെ, മതിമതിച്ചുള്ളൊരു കേഴുന്നുണ്ടോ ഖബറിൽ വല്ലാതെ. എങ്ങോട്ടാണ് ഈ മതിമതിക്കുന്നത്? ഈ മതിച്ച് എങ്ങോട്ടാണ് ഈ പോകുന്നത്? 1000 വട്ടം ചിമ്പാൻസി സൂരി എന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ എന്നെ ഹർഷമണിക്കുന്ന പോലെ എനിക്ക് അത്ര സന്തോഷമാ. എന്ത് സംഭവിക്കാനാണ്? അള്ളാഹു തല തന്ന രൂപമല്ലേ. ഇനിയും വിളിക്കണം, ഐ ആം ചിമ്പാൻസി സൂരി. ഒന്നുകൂടെ വിളിച്ച ഒരു മനുഷ്യ കുഞ്ഞിനെ കൊണ്ടുവരാൻ മിസ്റ്റർ ചിമ്പാൻസി സുക്രി എന്നെ കൊണ്ട് പറ്റുമോ? ആള് ഞാനാണ്, ഐ ആം ചിമ്പാൻസി സൂരി. മതവിശ്വാസമനുസരിച്ച് വരുമാനമെന്ന വാഗ്ദാനത്തിലാണ് എല്ലാവരും പണം നിക്ഷേപിച്ചത്. തന്തയും തറവാടുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിയുമോ? മതം പഠിച്ചവനും മതം പഠിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ? എന്ത് രസകരമായ രീതിയിൽ, എന്ത് മാന്യമായ രീതിയിലാണ് ഈ കാട്ടുപന്നിക്ക് ഉസ്താദ് മറുപടി കൊടുത്തത്. കാരണം ഇവനെ ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ. ഇവന് അതിലും കിടകെട്ട എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിന്റെ പേര് ചേർത്തേ വിളിക്കാളൂ. ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇത് വിളിച്ചതിന്റെ പേരിൽ ഈ കാട്ടുപന്നി നമുക്കെതിരെ വരുമോ എന്ന് അറിയത്തില്ല. കാരണം അവന് പോലും ചിലപ്പം ഇവന്റെ മോന്തകടൽ ഇഷ്ടപ്പെടത്തില്ല. അത്രയ്ക്ക് ഈ ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഇവൻ ഉസ്താദിന്റെ രക്തത്തേക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് നിന്റെ വീട്ടിലിരിക്കുന്നവരോട് ചോദിറാ നിന്റെ രക്തത്തിന്റെ ശുദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പൊ അവരത് പറഞ്ഞ് ആ രക്തത്തിന്റെ ശുദ്ധിയാണ് നീ ഇപ്പൊ കാണിച്ചത്. ഈ സംഘപരിവാറിന്റെ പാളയത്തിലേക്ക് പോയിട്ട് അവരുടെ ആസനവും തക്കി നീ ഇങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. എന്താണെങ്കിലും കേരളത്തില് ഇവിടുത്തെ എല്ലാ ജനങ്ങളും, അതിനകത്ത് മതവും ജാതി ഒന്നുമില്ല, ഇവനെപ്പോലുള്ള പരമ സൂക്ഷിക്കുക. കാരണം ഇതൊക്കെ നാടിനാപത്താണ്, ഇവനൊക്കെ അപകടമാണ്. ഇവിടുത്തെ ജനങ്ങളെ പച്ചയ്ക്ക് മുമ്പിച്ചു പോയിട്ടുള്ള വൃത്തികെട്ട ഊളയാണ്. ഇവനാണ് മതപണ്ഡിതനെന്ന് ചമഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ മറുപടി അത് രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.